തിരുവനന്തപുരം ആക്കുളം കായൽ നവീകരണ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്ന് തുറന്ന് സമ്മതിച്ച് കടകംപള്ളി സുരേന്ദ്രൻ എം.എൽ.എ. പദ്ധതി നടപ്പാക്കാനുള്ള മാതൃകകളില്ലാത്തത് തടസ്സമായെന്നാണ് എം.എൽ.എയുടെ വിശദീകരണം. ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് കൊട്ടിഘോഷിച്ച് തിരുവനന്തപുരം കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ ആക്കുളം വാർഡിലെ ആക്കുളം കായലിൽ പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത് 2022 ആദ്യഘട്ട നിർമ്മാണത്തിനായി 96 കോടി രൂപ അനുവദിച്ചുവെന്ന് പ്രഖ്യാപിച്ച മുൻമന്ത്രിയും എം.എൽ.എയുമായ കടകംപള്ളി സുരേന്ദ്രനാണ് പദ്ധതി നടപ്പാക്കാനായില്ലെന്ന് തുറന്നു സമ്മതിച്ചത്. മാതൃകകളില്ലാത്തതാണ് പദ്ധതി നടപ്പാക്കാൻ തടസ്സമായതെന്നും കടകംപള്ളി സുരേന്ദ്രൻ ജനൻ ടിവിയോട് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ ആക്കുളം കായലിനെ തടഞ്ഞു എന്ന ജനൻ ടിവിയുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. ഇത് സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു പദ്ധതിയാണത്. സംസ്ഥാന ഗവൺമെന്റ് എന്നുള്ള നിലയിൽ മാക്സിമം നമ്മൾ നോക്കി. ആദ്യം ആ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ. അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. പിന്നെ അതിൻ്റെ അപ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായി. ഈ പദ്ധതിക്ക് ഒരു മാതൃകയില്ല. അവർ ഹൈദരാബാദിലോ ഏതോ സംസ്ഥാനത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള മാതൃകയാണ് കാണിച്ചത്. പക്ഷേ അതിവിടെ പ്രായോഗികമല്ലെന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് പദ്ധതി നിലച്ചുപോയത്. അതേസമയം നിലവിൽ വിജയിച്ച കൗൺസിലർ കായലുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനം നടത്തട്ടെയെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ആക്കുളം കായലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നഗരസഭയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് പ്രഖ്യാപനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി കൈകഴുകാനാണ് എം.എൽ.എയുടെ നീക്കം. ഉദ്യോഗസ്ഥരെ പഴി പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിനുണ്ടായ വീഴ്ച മറച്ചുപിടിക്കാനും എം.എൽ.എ ശ്രമിക്കുന്നു. ഈ വർക്ക് ഏറ്റെടുത്തത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയായിരുന്നു. അവരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പോലും സാധിക്കുന്നില്ല. അവിടെ ചെന്നാൽ കാണുന്നത് ഹിന്ദി മാത്രം അറിയാവുന്നതായിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരെയാണ്, ചില സൂപ്പർവിഷൻ നിൽക്കുന്ന ആളുകളെയാണ്. അവരോട് നമുക്ക് അറിയാവുന്ന ഭാഷയിലൊക്കെ പറഞ്ഞ് കഴിയുന്നത്ര വേഗത വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യമാണ് ഈ കാലം അത്രയും ചെയ്തിട്ടുള്ളത്. 96 കോടി രൂപയ്ക്ക് പുറമെ ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ ഭാഗമായി 108 കോടി രൂപ പ്രഖ്യാപിച്ചെങ്കിലും പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഫ്ലോട്ടിംഗ്, മാലിന്യം നീക്കം ചെയ്യൽ, ഡ്രഡ്ജിംഗ്, ഉളവാഴ നീക്കം ചെയ്യൽ, ജലശുദ്ധീകരണം തുടങ്ങി വെറ്റ്ലാൻഡ് പാർക്ക്, ഓപ്പൺ എയർ തിയേറ്ററും ഇരിപ്പിടങ്ങളും ജിമ്മും അടക്കം വിപുലമായ പദ്ധതികളാണ് ആക്കുളം പുനരുജ്ജീവന മാസ്റ്റർ പ്ലാനിൽ ഉണ്ടായിരുന്നത്. ജനം, തിരുവനന്തപുരം.